മിസ്റ്റർ ആൻഡ് മിസ്സസ് മാരിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്കേറ്റിംഗ് കൊണ്ട് വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. പലവരും ഇദ്ദേഹത്തെ റോഡിൽ കണ്ടിട്ടുണ്ടാവും സ്കേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഹലോ ചേട്ടാ. ഹലോ അല്ലേ, ഗുഡ്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എത്ര വയസ്സായി? 67. 67 വയസ്സായി. 67 വയസ്സായിട്ടും ഇപ്പോഴും എങ്ങനെയാണ് ഈ ഒരു സ്കേറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രേസും ആ ഒരു പാഷനൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? ആർമിയിലായിരുന്നു. അപ്പോൾ ഇത് പണ്ടത്തെ സിനിമയിൽ കണ്ട് ഒരു പ്രചോദനമായത്. ഓക്കെ, സിനിമയിൽ കണ്ടിട്ടുള്ള പ്രചോദനമാണ്. അതെ അതെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ശരി, ഞാനൊരു എക്സ് ആർമിയാണ്. ഞാൻ എൻ്റെ 23 വയസ്സായപ്പം പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഡെറാഡൂണിൽ വെച്ചാണ് സ്റ്റാർട്ടിങ്. അപ്പം ഞാനും എൻ്റെ കൂടെ ഒരു ഗുജറാത്തി ഒരു പയ്യനുണ്ടായത്. ഞങ്ങൾ രണ്ടും കൂടെ ആദ്യമേ സിനിമയിൽ ഇത് എങ്ങനെ ഓടിക്കുന്നു അത് കണ്ട് പ്രചോദനമായിട്ടാണ് ഞങ്ങളുടെ പേയ്മെൻറ്റിൽ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് ഒരെണ്ണം വാങ്ങിയത്. ഒരു 3 മാസത്തോളം ഞങ്ങൾ ശ്രമിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. അവസാനം ഒരു ബംഗാളി ഞങ്ങളെ കാണിച്ചു തന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു സ്റ്റൈലിൽ ഞങ്ങൾ അഡപ്റ്റ് ചെയ്ത് ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അയാൾ കണ്ടിട്ട് പറഞ്ഞു ഇതല്ല ശരിയായിട്ടുള്ള സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കാണിച്ചു തന്ന് ഞങ്ങൾ 1 വീക്കിനുള്ളിൽ ഇത് ആ രീതി അഡപ്റ്റ് ചെയ്ത് കറക്റ്റായുള്ള രീതി അഡപ്റ്റ് ചെയ്ത്. അപ്പം ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരാളെ ഉള്ളായിരുന്നു. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അത് 8 പേരായിട്ട് ഇൻക്രീസ് ആയി. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചത്, അതായത് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ല? പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ല, കണ്ടുപിടിച്ചതാണ്. എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുത്. അതുപോലെ റോഡ് ഈ കയറ്റമൊക്കെ വളരെ ഈസിയായിട്ട് കയറി പോകാൻ പറ്റും. സൈക്കിള് ക്ലൈംബ് ചെയ്യുന്ന മാതിരി തന്നെ ഈസിയായിട്ട് കയറി പോകാൻ പറ്റും. ഇറക്കത്തിൽ നമ്മൾ കുറച്ച് ഡബ്ലിങ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു കാല് ബാക്കിലോട്ട് വെച്ചിട്ട് ക്രോസ് ചെയ്താണ് സാധാരണ ഇതിൽ നിർത്താറുള്ളത്. അപ്പോൾ നല്ല ഇറക്കമുള്ള സ്ഥലത്ത് അത് ചെറിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ ഓടയൊക്കെ വന്നിട്ട് കട്ട് ചെയ്തിട്ടൊരു 1 ഫീറ്റ് 2 ഫീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജമ്പ് ചെയ്ത് പോകാൻ കഴിയും. അപ്പം ഞാൻ ലീവ് കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിലായിരുന്ന സമയത്ത് മിക്കവാറും ഞായറാഴ്ച 1-2 കൂട്ടുകാരൊക്കെ കാണും. അപ്പം ഞങ്ങൾ മിക്കവാറും വൈകുന്നേരമൊക്കെ റോഡിലൊക്കെ സ്കേറ്റ് ചെയ്യുമായിരുന്നു. 23 വയസ്സ് മുതൽ സ്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും അന്നത്തെ കാലത്തൊക്കെ സ്കേറ്റ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇപ്പൊ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വട്ടാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം. ഓട്ടോറിക്ഷക്കാരാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവര് പറയും നീയൊക്കെ വല്ല വണ്ടിയിലടിക്കാകാനായിട്ട് വന്നാണോ. പിന്നെ അവരുമായിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പായി. ഓട്ടോറിക്ഷയുടെ സൈഡിൽ പിടിച്ചിട്ട് അവർ നല്ല സ്പീഡിൽ പോകുമ്പോൾ സൈഡിൽ സപ്പോർട്ട് ചെയ്തിട്ട് പോകുമായിരുന്നു. അവർ പിന്നെ നല്ല സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ അതേ തന്നെ പിടിച്ചിട്ട് ആ രീതിയിൽ തന്നെ നമുക്കും നിർത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ പിന്നെ അവരുടെ ആ പ്രശ്നം സോൾവ് ആയി. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത് ഒരുമാതിരി പ്രാക്ടീസ് ഉള്ളതാണ്, അത്ര പെട്ടെന്നൊന്നും വീഴത്തില്ലെന്ന്. പക്ഷെ പല പ്രാവശ്യം വീട്ടുണ്ടേ. ഇതിന് എത്ര പൈസ ആണോ അതോ 1 രൂപയ്ക്ക് എത്ര പൈസ ഉണ്ട് അതേമാതിരി അത്രയും വീഴ്ചയും വീട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഇഞ്ചുറീസ് ഒന്ന് പറ്റിയിട്ടുണ്ടോ? ഞാൻ റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് ഡബിൾ സ്റ്റെയർ ബിൽഡിങ്ങിന് മേളിൽ ചെയ്യുന്ന സമയത്ത് ആരോ യാദൃശ്യമായിട്ട് പാത്രം കഴിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് പോയി. അപ്പം നല്ല ഈ ഗ്ലൈസിംഗ് ഉള്ള സ്ഥലത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടെ സ്കിഡായിട്ട് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണിട്ട് എൻ്റെ കൈ ചെറിയൊരു ക്രാക്ക് ഉണ്ടായി. അതൊരു 2 മാസം കഴിയുമ്പോൾ ശരിയായി. തീർച്ചയായിട്ടും. അപ്പൊ അന്നത്തെ ആ ഒരു സമയത്ത് ഈ പറയുന്ന ആൾക്കാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ അവരെങ്ങനെയാണ് കാണുന്നത്? ഇപ്പം വൈഫിന് വലിയ സന്തോഷമാണ്. നേരത്തെ പേടിയായിരുന്നു പല വണ്ടിയിലടി പോകുന്നത്. പിന്നെ ഇവിടെ ഇപ്പം കുത്തിയതോടി വന്നതിന് ശേഷം പല വണ്ടിക്കാരും നീയൊക്കെ എന്നാടാ ഈ വയസ്സാം കാലത്ത് വണ്ടിയിലടി കയറാനാണോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ചേർത്തല കുത്തിയതോടിലെ SI വരെ വഴക്കുമായിട്ടുണ്ട്. നിന്നെയൊക്കെ വല്ല വണ്ടി കയറി ചത്തുപോയി ഞങ്ങളല്ലേ സമാധാനം പറയണ്ടേ. സാധാരണ കാൽനട യാത്രക്കാർ പോകുന്ന മാതിരി തന്നെ നമുക്കിത് പോകാൻ കഴിയും. അപ്പൊ കാൽനട യാത്രക്കാർക്ക് അങ്ങനെ വലിയ റിസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. പിന്നെ നമുക്ക് വേണ്ടി മാത്രം എന്താണ് റിസ്ട്രിക്ഷൻ. അതുപോലെ തന്നെ സൈക്കിൾ യാത്രക്കാർ അത് റോഡിന്റെ ഇടവും വലതൊന്നും ഇല്ലാതെ പോകുന്നുണ്ടേ. നമുക്കും അങ്ങനെ പോയിക്കൂടെ. പക്ഷെ അവർക്ക് പേടിക്കാതല്ല, സ്കിഡായിട്ടല്ല വീണ്ടും വല്ല വണ്ടിയിൽ കയറും എന്നുള്ളൊരു പേടിയാണ്. നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് കഴിഞ്ഞാൽ ആ പ്രശ്നമൊക്കെ ഒഴിവാകും. അപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടന് സിനിമയിൽ നിന്നാണ് കൂടുതൽ മോട്ടിവേഷൻ കിട്ടിയത്, അതായത് ഈ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് ആരാണ് മോട്ടിവേഷൻ ഉണ്ടായിരുന്നത്? വീട്ടിലാരും മോട്ടിവേഷൻ ഇല്ലായിരുന്നു.
എൻ്റെ വൈഫിന് പേടിയായിരുന്നു. ആദ്യമൊക്കെ അവർ പറഞ്ഞു ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തി. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനത് ഒഴിവാക്കിയിട്ട് ഞാൻ പോകുമായിരുന്നു. ലീവിന് വരുന്ന സമയത്തൊക്കെ മിക്കവാറും പോകുമായിരുന്നു സ്കൈറ്റിങ്ങിൽ. അത് മിക്കവാറും ഞായറാഴ്ച ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 14-15 കിലോമീറ്ററൊക്കെ പോകുമായിരുന്നു. ഇത്രയും വർഷമായി സ്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പല രീതിയിലും പല സ്ഥലത്തും, അതായത് ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും ആലപ്പുഴയിലും എല്ലായിടത്തും സ്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കേറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും നമുക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് എന്തെങ്കിലും നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാനവിടെ വണ്ടിപ്പിടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ചില ദിവസമൊക്കെ ഇവിടുന്ന് വണ്ടിപ്പിടിക്ക് പോകുമ്പോൾ ബന്ധായിരിക്കും. അപ്പോൾ ബന്ധ സമയത്ത് നമ്മൾ വണ്ടി കഴിഞ്ഞ് മറ്റു വാഹനങ്ങളൊന്നും കിട്ടില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ സ്കൈറ്റ് കൂടെ കരുതും, വണ്ടിയിലൊക്കെ കരുതും. അപ്പോൾ ചായ കുടിക്കാനൊക്കെ പോകുമ്പോഴേ ഈ സ്കൈറ്റിൽ പോയിട്ട് ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. പല ആൾക്കാരും പല കൗതുകത്തോടു കൂടി കണ്ടിട്ടുണ്ട്. സ്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലെ ഫെസിലിറ്റീസ് പരിമിതമാണെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം റോഡ് നേരത്തെയൊക്കെ നല്ല ഗ്ലൈസിംഗ് ഉള്ള റോഡായിരുന്നു. ഇപ്പം റോഡ് പണി വന്ന് അതായത് അവർ പറഞ്ഞ വണ്ടിയൊക്കെ സ്കിഡാവുമെന്ന് വിളിച്ച് താർ ലാഭിക്കാൻ വേണ്ടി റഫായിട്ടാണ് റോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റഫായിട്ടുള്ള റോഡ് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് സ്കൈറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ട്. രണ്ടാമതുകൊണ്ട് ഈ ബേബി മെറ്റൽസ് ഒക്കെ റോഡിൽ കിടന്നു കഴിഞ്ഞാൽ ഇതിന് വീലിലുടക്കി വീഴാനും വളരെ സാധ്യതയുണ്ട്. അതാണ് ഒരു സജഷൻ ആയിട്ട് പറയാനുള്ളത്. അതാണ് റോഡ് ഗ്ലൈസിംഗ് ഉള്ള റോഡാണെങ്കിൽ എന്ന് സ്കൈറ്റ് ചെയ്യുകയും ചെയ്യാം, അവനവൻ്റെ ആരോഗ്യം നിലനിർത്താനും കഴിയും. പുതിയതായിട്ട് സ്കേറ്റിംഗിലേക്ക് വരാനിരിക്കുന്നവരും, അതായത് ഇപ്പോൾ കുറച്ച് പ്രായമായത് കൊണ്ടിട്ട് സ്കേറ്റിംഗ് ഇനി പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ അടുത്ത് എന്താണ് സാറിന് പറയാനുള്ളത്? അവരുടെ പേടി എന്ന് വെച്ചാൽ വീണ് കഴിഞ്ഞാൽ ജോയിൻസ് ഈ ബോൺ പൊട്ടിക്കഴിഞ്ഞാൽ ജോയിൻ്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് അവർക്കൊരു തോന്നലുണ്ട്. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് കഴിഞ്ഞാൽ വീഴ്ച നമുക്ക് 2 കൈയും കുത്തിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ അസ്ഥിയൊന്നും പൊട്ടാൻ സാധ്യത വളരെ കുറവായി. രണ്ടാമത് ഇപ്പം നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള വീഴ്ചയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്കേറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രായം ഒരു പരിധിയല്ല എന്നാണ് തീർച്ചയായിട്ടും. ലൈഫ് കൊണ്ട് തെളിയിച്ചോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എൻ്റെ പ്രായവും. ശരിക്കും റോഡിലെ ഈ ചെറിയ കല്ല് കിടക്കുന്ന കാണാൻ പാടില്ലാത്തതുകൊണ്ടാണ് കണ്ണട വെച്ചുകൊണ്ട് ഓടിക്കുന്നത്. എന്തായാലും ചേട്ടാ വളരെയധികം സന്തോഷം ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്. അപ്പോൾ സ്കേറ്റിങ്ങിന് പ്രായം ഒരു പരിധിയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിജയൻ ചേട്ടൻ്റെ ലൈഫ് കൊണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ആക്ടിവേറ്റ് ദ ബെൽ ഐക്കൺ. അപ്പോൾ വിജയൻ ചേട്ടനോടൊപ്പം ഞാനും സ്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ.